വയനാടിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. വയനാടിനെ പറ്റി മാത്രമല്ല, കേരളത്തെ പറ്റി. നമ്മുടെ നാട് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊരു സംസ്ഥാന സർക്കാരിന് മാത്രം സാധിക്കുന്നതല്ല. കേരളവും കേന്ദ്ര സർക്കാരും ഒക്കെ മുൻകൈയെടുത്ത് ചില സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വയനാട്ടിൽ സംഭവിച്ചതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ കേരളത്തിൽ ഇനിയും ഉണ്ടാകും. ഇതൊരു മുന്നറിയിപ്പാണ്. അതിൻ്റെ ചില കണക്കുകൾ പറയാം. ജാഗ്രത വേണം നമ്മുടെ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും. ഇപ്പം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത് സുപ്രീം കോടതി കേസ് വരെ നമുക്കറിയാം. 50,000-ലധികം കോടി രൂപ കേരളത്തിന് കേന്ദ്രം തരാനുണ്ട്. വായ്പാ പരിധി വെട്ടിക്കുറച്ചു. കടമെടുക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ പ്രളയകാലത്ത് 2018-19 ഇങ്ങോട്ട് തന്ന റേഷനരിയുടെയും ഹെലികോപ്റ്റർ അയച്ചതിന് കാശ് എണ്ണി വാങ്ങിയ നരേന്ദ്രമോദി സർക്കാരിനെ നമ്മൾ മറന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു കൈയാണ് കേരളം, ഒരു നാഡി മിടിപ്പാണ് കേരളം. കേന്ദ്രം സഹായിക്കണ്ടേ? ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യുന്നതിന് പരിമിതികളില്ലേ? ഇത്തരം വിഷയങ്ങൾ പൊതുവായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. അതിനകത്ത് രാഷ്ട്രീയം പാടില്ല. അവിടെ BJPയും കോൺഗ്രസും CPM-ഉം ഇടതുപക്ഷവും വലതുപക്ഷവും ഏത് പക്ഷവും ഒന്നിച്ചിട്ട് ജനങ്ങൾ ഒന്നിച്ചിട്ട് നേരിടേണ്ടുന്ന വിഷയങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. വൻ ദുരന്തമാണ് കേരളത്തെ കാത്തിരിക്കുന്നത് നമ്മൾ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ. കാരണം അറബിക്കടൽ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ ചൂടായ കടലായതുകൊണ്ടാണ് വർഷാവർഷം ഒറീസയിലും ആന്ധ്രയിലും ഒക്കെ ബംഗാളിലേക്ക് വരെ ചുഴലിക്കാറ്റും പേമാരിയും മരണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായിട്ട് അറബിക്കടൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്താൽ അതിൻ്റെ റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും. അറബിക്കടൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിനെ പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിതീവ്ര മഴയും തീവ്ര മഴയും ഒക്കെ ഇനി കേരളക്കരയിൽ പെയ്യുമ്പോൾ പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. അത് നേരിടാനുള്ള സംവിധാനങ്ങൾ വേണം. അതൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന് മാത്രം പറ്റുന്നതല്ല. കേന്ദ്രം സഹായിക്കണം. ഇതൊന്നും എന്താ മാധ്യമ ചർച്ചയാവാത്തത്, അന്തിച്ചർച്ചയാവാത്തത് ഈ വിഷയങ്ങളൊന്നും? കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവങ്ങൾ വെച്ച് ഒരു കാര്യം പറയട്ടെ. ഇടുക്കി ഡാം മലയുടെ മുകളിൽ 60 സ്ക്വയർ കിലോമീറ്ററിൽ ഒരു സമുദ്രം ഇരിക്കുകയാണ്, ഒരു ചെറു സമുദ്രം. പണിതിട്ട് എത്ര കൊല്ലമായി നമുക്കറിയാമല്ലോ. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, ഒരു മലയുടെ മുകളിൽ 60 സ്ക്വയർ കിലോമീറ്ററിൽ ഒരു ചെറു സമുദ്രം നിൽക്കുകയാണ്. ഇത് എവിടെങ്കിലും ഒന്ന് പൊട്ടിയാൽ തീർന്നില്ലേ? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തീർന്നില്ലേ? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകൾ ഉൾപ്പെടെ 3 ജില്ലകൾ വെള്ളത്തിനടിയിലാവും. ഇപ്പൊ വയനാട്ടിലുണ്ടായതിന്റെ എത്രയോ 10 മടങ്ങ് ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഒരു കർഷകൻ 4 റബ്ബർ നട്ടാൽ, 4 ഏലം നട്ടാൽ, 4 വാഴ നട്ടാൽ അത് പരിസ്ഥിതി ലോല മേഖലയാണ്, തുടരുത്. കുറെ പരിസ്ഥിതിവാദികൾ ഇറങ്ങിയിട്ടുണ്ട് ഈ നാട്ടിൽ. ആദ്യം അവരെയാണ് അടിച്ചോടിക്കേണ്ടത്. ഒരു കർഷകൻ ജീവിക്കാൻ വേണ്ടി 4 വാഴ നട്ടാൽ, മണ്ണിളക്കിയാൽ ഇവിടെ ചെയ്യാൻ പാടില്ല. ഒരു സമുദ്രം പിന്നെ ഒരു ഇടുക്കി ജില്ലയുടെ മുകളിൽ കെട്ടിപ്പൊക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എഞ്ചിനീയറിങ്ങിന് കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ ദുരന്തമാണ് മുന്നിൽ നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതേപ്പറ്റി എന്താ ചർച്ച ചെയ്യാത്തത്? എത്ര ഡാമുകളാണ് മലമുകളിൽ കെട്ടിവെച്ചിരിക്കുന്നത്? ഇടുക്കി, കക്കി, ഗവി ഉൾപ്പെടെ. ഇതൊക്കെ വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായിട്ട് ഇതൊക്കെ പൊട്ടി തകർന്നാൽ എത്ര ജീവനുകളാണ് നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? കാരണം കാലാവസ്ഥ മാറി. ആഗോളതാപനത്തെ പറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞു. കാലാവസ്ഥ മാറി. ഇനി ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് നേരിടാൻ ഒരുമയോടെ ഒറ്റ കൈയായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം വിചാരിച്ച് നടക്കത്തില്ല. രാജ്യം മുഴുവൻ അതിൻ്റെ കൂടെ നിൽക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ചില കണക്കുകൾ പറയാം. 2015 മുതൽ 2022 വരെ, 15, 7, 22, 7 വർഷക്കാലത്ത് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ നമ്പറാണ് പറയുന്നത്. അതായത് 3782.
രാജ്യത്തും ഇന്ത്യ മഹാരാജ്യത്തും മുഴുവനുണ്ടായ ഉരുൾപൊട്ടലിന്റെ കണക്കാണിത്. ഉത്തരാഖണ്ഡ് ഉൾപ്പെടെ കേദാർനാഥ് യാത്ര മണ്ണിടിഞ്ഞ് എത്രയോ പേര് മരിച്ചിരിക്കുന്നു, അതുൾപ്പെടെയുള്ള കണക്കാണ്. ഈ 3782 2239 ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ്. കാര്യം പിടികിട്ടിയോ? കേരളം എവിടേക്ക് പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. ഒരു രാജ്യത്തുണ്ടായ മൊത്തം ഉരുൾപൊട്ടലിന്റെ 2/3 ഒരു കൊച്ചു സംസ്ഥാനമായ വെറും 600 കിലോമീറ്റർ കടൽ തീരം മാത്രമുള്ള ഈ ഒരു കൊച്ചു സംസ്ഥാനത്തുണ്ടായെങ്കിൽ കാലാവസ്ഥ മാറി, പ്രശ്നങ്ങളായി. ഇത് ദേശീയ ദുരന്തമായി കണ്ടുകൊണ്ട് ഇതിനെ പരിഹരിക്കട്ടെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആവശ്യകത. ഇത്ര അലംഭാവം കേന്ദ്ര സർക്കാർ കാണിച്ചിട്ട് തെറ്റായ വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറയുക, രാജ്യസഭയിൽ പറയുക. ഒരു ഉത്തരവാദിത്തം വേട്ടെ ഈ രാജ്യത്തെ ഗവൺമെന്റിന്? കേരളത്തിന്റെ പോക്ക് വളരെ അപകട കെണിയിലേക്കാണ്. അത് മനസ്സിലാക്കുന്ന കൃത്യമായ വെളിപ്പെടുത്തുന്ന കണക്കാണ് ഈ പറഞ്ഞത്. ഇനി പ്രളയത്തില് 5000 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത്. 5000-ൽ താഴെ, 5000-ഓളം കോടി രൂപ. അത് ചെലവഴിച്ചതിന്റെ കൃത്യമായ കണക്ക് വീട് വെക്കാനും മറ്റ് ദുരിതാശ്വാസ കാര്യങ്ങൾക്കും മറ്റ് എമർജൻസിയൊക്കെ കൊടുത്ത കണക്കുകൾ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. സുതാര്യമാണ്, വെരി ട്രാൻസ്പെറന്റ്. ഇപ്പം വയനാട്ടിൽ ദുരന്തം ഉണ്ടായി. ചില നന്മ മരങ്ങൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നന്മ മരങ്ങൾ എന്താ പറയുന്നത്? ഇവരെ വിഷജന്തുക്കൾ എന്നാണ് വിളിക്കേണ്ടത്. വിഷജന്തുക്കൾ ഈ നന്മ മരങ്ങളെ. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസയിലേക്ക് കാശ് കൊടുക്കരുത്, അത് പുട്ടടിച്ചു പോകും. നേരിട്ട് കൊടുക്കുക. നേരിട്ട് കൊടുത്ത് അടിച്ചു മാറ്റാൻ എളുപ്പമാണല്ലോ. പിന്നെ അതിന്റെ കണക്കൊന്നും ആരും ബോധ്യപ്പെടുത്തണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ CM റിലീഫ് ഫണ്ടിലേക്ക് വരുന്ന തുകയ്ക്ക് കൃത്യമായ കണക്കുണ്ട്. എവിടെയൊക്കെ എന്തിനൊക്കെ ചെലവഴിച്ചു, വീടിനോ റോഡിനോ പാലത്തിനോ ഇവിടെ ചെലവഴിച്ചു കൃത്യമായ കണക്കുണ്ട്. പ്രളയകാലത്ത് 5000 കോടിയോളം രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള കൃത്യമായ കണക്കുണ്ട്. അപ്പൊ ഈ നന്മ മരങ്ങളെ സൂക്ഷിക്കുക. നന്മ മരങ്ങളല്ല, അവര് വിഷജീവികളാണ്. ഇപ്പോ പണ്ട് ശബരിമലയിൽ കാണിക്കയിടരുതെന്ന് പറഞ്ഞ വർഗത്തെ അറിയാമല്ലോ. ശബരിമലയിൽ പോയിട്ട് കാണിക്കയിടരുത്, അവിടെ സംഭാവന കൊടുക്കരുത് എന്ന് പറഞ്ഞ വർഗം ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ. അതേപോലെ ചില വർഗങ്ങൾ തലപൊക്കിയിട്ടുണ്ട്. അവരെ സൂക്ഷിക്കുക. ഇത് കേരളം ഒരുമയോട് ഒന്നിച്ചു നിൽക്കേണ്ട അവസരമാണിത്. അതുകൊണ്ട് ഏറ്റവും സുതാര്യം കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക. അതിന് കണക്കുണ്ട്, കാര്യമുണ്ട്. അത് ജനങ്ങളിലെത്തും. ദുരിതം അനുഭവിക്കുന്നതിൽ അതെത്തും. അതിന് ഓഡിറ്റിംഗ് ഉണ്ടാവും. പക്ഷെ നന്മമരങ്ങളുടെ ഈ നേരിട്ടുള്ള പൈസ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിക്ക് ഓഡിറ്റിംഗ് ഉണ്ടാകുന്നില്ല. പിന്നെ പിണറായി സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ വിഷജന്തുക്കളെ, ഈ വിഷജീവികളെ തിരിച്ചറിയുക. ഇതെല്ലാം പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്താണ്? പിണറായിയുടെ ദുരിതാശ്വാസ നിധിയല്ല, കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവന ചെയ്യാൻ പറയുന്നത്. അതിന് കൃത്യ ഓഡിറ്റിംഗ് ഉണ്ട്. അതിൽ നിന്ന് തുക പിൻവലിക്കണമെങ്കിൽ ധനകാര്യ സെക്രട്ടറി ഒപ്പിടണം, ഒപ്പിടണം, ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒപ്പിടണം. ഇതിനൊക്കെ കൃത്യമായ രീതിയുണ്ട്. ഈ നന്മ മരങ്ങൾക്ക് ഈ കണക്ക് കോടികൾ അങ്ങോട്ട് കയ്യിലോട്ട് ലക്ഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ കണക്ക് ഓഡിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ ഇതിനെ തുരങ്കം വയ്ക്കുക. പിണറായി വിജയന്റെ വീട്ടിലേക്കല്ല ഈ പൈസ പോകുന്നത്, കേരള മുഖ്യമന്ത്രിയുടെ വീട്ടിൽ, പിന്നെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്കാണ്. അത് ഉമ്മൻചാണ്ടി ആയാലും ഏത് മുഖ്യമന്ത്രി ആയാലും ആന്റണി ആയാലും VS അച്യുതാനന്ദൻ ആയാലും പിണറായി വിജയൻ ആയാലും അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. നാളെ വരുന്നിരിക്കുന്ന ഏത് മുഖ്യമന്ത്രി ആയാലും വ്യത്യാസമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ജനങ്ങൾ പണം സംഭാവന ചെയ്യേണ്ടത്. ഒരു നന്മ മരത്തിനും 5 പൈസ കൊടുക്കരുത്. അത് അടിച്ചു മാറ്റും, അല്ലെ പകുതി ചെലവഴിച്ചിട്ട് ബാക്കി പോക്കറ്റിടും. ഇതൊരു നിർണായക ഘട്ടമാണ് വയനാട്ടിലെ ദുരന്തം. ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് വളരെ കൃത്യതയോട് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഏത് ഞാഞ്ഞൂല് തലമുക്കുന്ന സമയമാണ് ഒരു പ്രളയമോ ദുരിതമോ വരുമ്പോൾ അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ ആൾക്കാരുണ്ടാവും. അത് നമ്മൾ വളരെ സൂക്ഷിക്കുക.